ഭക്ഷ്യവിഷബാധയേറ്റെന്ന പരാതിയെ തുടർന്ന് വയനാട് വൈത്തിരിയിലെ ഹോട്ടൽ അടപ്പിച്ച് ഭക്ഷ്യസുരക്ഷാ വിഭാഗം. ഹോട്ടൽ വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. വിവരങ്ങളുമായി നയൻതാര ചേരുന്നു. നയൻതാര, ഉച്ചയൂണൊക്കെ കഴിഞ്ഞിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഇക്കാര്യം തന്നെ ചോദിച്ചോട്ടെ. നിരന്തരമായി ഇത്തരം പ്രശ്നങ്ങളും പരാതികളും ഒക്കെ ഉയർന്നിട്ടും വീണ്ടും ഇതൊക്കെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതിലും നടപടിയെടുത്തിട്ട് ഈ പറഞ്ഞ നിയമങ്ങളിൽ വെള്ളം ചേർത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഈ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുക തന്നെയായിരിക്കും എന്ന് പൊതുജനങ്ങൾ അടക്കം വിശ്വസിക്കുകയാണ്. തീർച്ചയായും മോത്തി, നമ്മുടെ ഈ അടുത്ത കാലത്ത് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. വിഷബാധ ഏറ്റ് ഒരു സ്ത്രീ മരിച്ചോ, തൃശ്ശൂരിലായിരുന്ന സംഭവം. അത്തരം സംഭവങ്ങളൊക്കെ തുടർക്കഥയാവുന്നതിനിടയിലാണ് വീണ്ടും ഇങ്ങനെ ഒരു വാർത്ത വയനാട്ടിൽ നിന്ന് വരുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് മാവൂർ സ്വദേശിയായ രാജേഷും കുടുംബവും വൈത്തിരിയിലെ ഈ ഹോട്ടലിൽ വെച്ച് ഭക്ഷണം കഴിച്ചത്. അന്ന് ഇവർ ഈ കുടുംബം കഴിച്ചിരുന്നത് ബിരിയാണിയും അതുപോലെ തന്നെ ഊണും ബീഫുമായിരുന്നു എന്നാണ് പറയുന്നത്. കഴിച്ച് തുടർന്ന് ഇവർ തിരിച്ച് എത്തിയതിന് ശേഷം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. രാജേഷിനും കുടുംബത്തിനും വയറിളക്കവും അതുപോലെ തന്നെ ഛർദിയും അനുഭവപ്പെട്ടു. തുടർന്ന് അവിടെ വൈത്തിരിയുള്ള ആശുപത്രിയിൽ ചികിത്സ തേടി. പക്ഷേ മകൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടതിനെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. കുട്ടി ഇപ്പോഴും ICUവിൽ തന്നെയാണ്. രാജേഷും ഭാര്യയും മകനും ഇപ്പോഴും ചികിത്സയിൽ തന്നെ തുടരുകയാണ്. എന്തായാലും ഹോട്ടലിനെതിരെ നടപടി എടുത്തിരിക്കുന്നു. ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അവിടെ എത്തി ഹോട്ടൽ പൂട്ടി കഴിഞ്ഞു. ഇവിടെ വൃത്തിഹീനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഭക്ഷണങ്ങളെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി ഈ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട് എന്നും അറിയുന്നു. ശരി നയൻതാര.